ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ ചേട്ടനും മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ സമയം കളയണ്ട, പെട്ടെന്ന് അടുക്കള ജോലി തീർക്കാമെന്ന് വെച്ച് ഞാൻ നേരെ പാവയ്ക്ക് മെഴുക്ക് പുരട്ടിക്ക് അരിയുവാണേ. ഇത് ചേട്ടന് വേണ്ടിയിട്ട് മാത്രമാണ്, ഞാനും മക്കളും പാവയ്ക്ക് കഴിക്കാറില്ല. ശിവരാത്രി ഇടന്ന് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരുമകന് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന പാവയ്ക്കാണിത്. അമ്മ എന്ന് വന്നാലും ഒത്തിരി സാധനമായിട്ടേ വരാറുള്ളൂ. ആ കൊണ്ടുവരുന്നതിൽ കൂടുതലും മരുമോൻ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. അത് കാണുമ്പോൾ കുശുമ്പ് കയറിയിട്ട് ഞാൻ ചോദിക്കും, ഞാൻ അമ്മയുടെ മരുമോളും ചേട്ടൻ അമ്മയുടെ സ്വന്തം മോനുമാണോ എന്ന്. ഇപ്പോൾ പാവയ്ക്കത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനതിൽ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല. കുക്കറിൽ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനാണ് ഞാൻ തേങ്ങ ചിരകുന്നത്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഇച്ചിരി അരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇന്ന് കിട്ടിയത് ഒത്തിരി വേവുള്ള ചക്കയായിരുന്നു. 8 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ചക്ക ഒരുവിധം വെന്ത് കിട്ടിയിട്ടുള്ളത്. ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നേരെ മീൻ കട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് വങ്കട മീനാണ് കിട്ടിയിട്ടുള്ളത്. വങ്കട മീൻ കറി വെച്ചാൽ ചേട്ടൻ കൂട്ടത്തില്ല, അതുകൊണ്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ ആ അടുപ്പിലേക്ക് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു നെല്ലി മരമുണ്ട്. അപ്പോൾ അത് നിറയെ ഇപ്പോൾ കാച്ചിട്ടുണ്ട്, ചുവന്ന നെല്ലിക്ക. ഇവിടെ മക്കൾക്ക് ഈ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കൊണ്ടുവച്ചിട്ട് ഞാനിതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ കുറച്ചൊക്കെ ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ചീത്തയായതെല്ലാം മാറ്റി നല്ലത് മാത്രം എടുത്ത് കഴുകി ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് രണ്ടാൾക്കും ഇത് അച്ചാറാക്കാത്ത വെറുതെ ഇങ്ങനെ എടുത്ത് നടന്ന് കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ലൂസായിട്ട് കലക്കുന്നതാണ് ഇഷ്ടം, ചക്ക എരിശോരിയായിട്ട്. ഇനി ചക്കയിലേക്ക് കടുക് വറുക്കാനായിട്ട് ഞാൻ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ചെറുതായി മാറി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ എടുത്ത് നമുക്ക് ചക്കയിലോട്ട് ഒഴിക്കാം. ഇനി ഈ ചക്കയെ ഒന്നുകൂടി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാക്കിയെടുത്തില്ലെങ്കിൽ ചക്ക പെട്ടെന്ന് ചീത്തയായി പോവും. ഇന്ന് ഇത്ര കറിയേ വെക്കുന്നുള്ളൂ, കാരണം അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പാചകം എല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങും കൂടെ ചെയ്തിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഓർത്തത് അമ്മ കൊണ്ടുവന്ന മധുരക്കിഴങ്ങ് ഇതുവരെ എടുത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്നും ഇപ്പോഴേ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചായയുടെ കൂടെ ഇത് അവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബേക്കറി ഐറ്റം ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു റൂമൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. 3:40 നന്ദയുടെ സ്കൂൾ ബസ് വരുന്നത്. തിരികെ വരുമ്പോൾ അവളുടെ സ്കൂൾ ബസ് നിർത്തുന്നത് റോഡിന് ഓപ്പോസിറ്റ് സൈഡാണ്. അതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയാൽ മാത്രമേ അവളെ വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചില ദിവസം 5 മിനിറ്റ് കൂടുതൽ നിന്നാൽ മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എന്തുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലെത്തി. അങ്ങനെ 4:30 ആയപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് അടുക്കളയിൽ വന്നു. അപ്പോൾ ആദ്യം തന്നെ മധുരക്കിഴങ്ങ് അവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മധുരക്കിഴങ്ങ് ഇടുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയും മധുരക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.